അങ്ങനെ നമ്മൾ കണ്ട ആ പ്രൊമോയുടെ ആ ഒരു ഭാഗം ലൈവിൽ വന്നു കഴിഞ്ഞു. സംഭവം ശാരികയാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമായത്. ഓൾറെഡി ബിന്നി കേൾക്കെ ശാരിക അവിടെയൊക്കെ അവിടെ ഇവിടെ പൂച്ചം പൂച്ചം ബിന്നി നന്നായിട്ട് കളിച്ചില്ല, ബിന്നി തന്നെ ചതിച്ചു എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് എടുത്തു ചോദിച്ചത്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? പലയിടത്തും സാറ്റിസ്ഫൈഡ് അല്ല എന്ന സംസാരം കേട്ടു. അതിന് കാരണം ശാരിക ബിന്നിയെ ബ്ലെയിം ചെയ്തിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ബിന്നി 100% കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഫീൽ. ഞാൻ കണ്ടിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഈ സീസണിൽ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ്, ഒരു സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി ബിന്നിയുമാണ്. ജിസേല്, ബിന്നി ഇവരാണ് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത്. അനുമോള് ഗെയിം കളിക്കുന്നുണ്ട്. അനുമോൾ ഒരു സേഫ് ഗെയിം ആയിട്ട് പറയാം, അല്ലെങ്കിൽ അനുമോളുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. അനുമോള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ബിന്നി വളരെയധികം എന്താ പറയാ ഫെയർ ഗെയിമാണ്, ഒരു സത്യസന്ധമായിട്ടൊക്കെയാണ് ഗെയിം കളിക്കാൻ ആള് ശ്രമിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ബിന്നിയെ ശാരിക പറഞ്ഞതിനോട് എനിക്ക് 1% പോലും യോജിക്കാൻ സാധിക്കുന്നില്ല. ഗെയിമിൽ എന്തായാലും പാളിച്ചകളൊക്കെ വരും, അത് സംഭവിക്കും. എന്തായാലും എല്ലാവർക്കും ഫസ്റ്റ് കിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം അനീഷ്. ശാരിക സംസാരിച്ചതിന് ശേഷം അനീഷ് സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും അപ്പോഴേ എനിക്ക് തോന്നി, ഈ പറയുന്ന ഒരു ഫ്ലോ കിട്ടിയത് കൊണ്ട് തന്നെ, ശാരിക അത് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് അനീഷ് അത് തുറന്നു പറഞ്ഞത്. ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, തുറന്നു പറഞ്ഞത്. ഇന്നലെ അനീഷ് അത് തുറന്നു പറഞ്ഞില്ല. ബിക്കോസ് അനീഷിനറിയാം ഇനി 2 ദിവസവും കൂടി ഗെയിമുണ്ട്. തന്റെ സഹായികളായിട്ട് ഇവർ രണ്ടുപേരും തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് അനീഷിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഈ ഗെയിമിന് അവർ തോറ്റുപോയെങ്കിലും ഏറ്റവും ലീസ്റ്റ് വെറും 3 കോയിൻസ് മാത്രമേ അനീഷിന് കിട്ടിയുള്ളൂ. എന്നിട്ടും അനീഷ് ആരെയും ബ്ലെയിം ചെയ്യാഞ്ഞത്. കാരണം അനീഷിന് അതിജീവിച്ചേ പറ്റൂ. അനീഷിന് സ്വന്തമായിട്ട് കളിക്കാൻ കഴിയില്ല. അപ്പാനിയും അതുപോലെ തന്നെ അനുമോളുമാണ് തനിക്ക് വേണ്ടി കളിക്കേണ്ടത്. പിന്നെ പലരും ചോദിക്കുന്നത് കേട്ടു, എന്തുകൊണ്ടാണ് അനീഷ് ഇവരെ തന്നെ സെലക്ട് ചെയ്തത്? അനീഷിന് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം ഈ പറയുന്ന അനീഷ് നേർ ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ തന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള 2 പേരെ തന്നെ സെലക്ട് ചെയ്താൽ അവിടെയാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ അവർ ചതിക്കുമോ, അവർ നന്നായിട്ട് കളിക്കുമോ എന്നുള്ളത് അനീഷിന് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇന്നൊരവസരം എടുത്തു കിട്ടിയത് കൊണ്ട്, നല്ലൊരു സ്പേസ് കിട്ടിയത് കൊണ്ട് അനീഷ് അത് തുറന്നു പറഞ്ഞു. ഇന്നത്തെ ഗെയിമിന്റെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്നലത്തെ ഗെയിമിൽ സംഭവിച്ചിരുന്നു. പക്ഷെ എന്നിട്ടും അനീഷ് എന്തോ കുറച്ച് അനുകമ്പ കാണിച്ചതുപോലെയോ, അല്ലെങ്കിൽ അനീഷ് സെൽഫായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതായിരിക്കും. അല്ലാതെ നന്മമരം കളിക്കുന്ന ഒരു ഗെയിം എന്തായാലും അനീഷ് എടുക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ഗെയിമും ഇന്നലത്തെ ഗെയിമും കൂടെ കൂട്ടിച്ചേർത്ത് അനീഷ് ഇന്ന് നന്നായിട്ട് പൊട്ടിത്തെറിച്ചു. പിന്നെ ശരത് അപ്പാനി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിനെ ജെനുവിൻലി എന്താണ് ആള് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നന്നായിട്ട്, ഇല്ല ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എന്ന് സ്ഥാപിച്ചെടുക്കുന്ന കണക്ക് നന്നായിട്ട് അഭിനയിക്കാൻ ആ ഒരു നടന് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനുമോള് കുറെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അനുമോളും കുറെ വാദിച്ചു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ അനീഷിന്റെ ഗെയിമിനൊപ്പം നിൽക്കുന്നു. അതായത് അനീഷ് പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. അവിടെയുള്ള എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. അതായത് അനീഷിന് വേണ്ടിയിട്ട് കളിച്ചതല്ല, അനീഷിനെ ആ ഒരു തടവറയിലേക്ക് അയക്കാൻ വേണ്ടി തന്നെ കളിച്ചതാണെന്ന് പലരും അവിടെ പറയുന്നുമുണ്ട്. നമ്മൾ ലൈവിൽ പോലും പലതും എഡിറ്റഡ് ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ആവണമെന്നില്ല. ഏതായാലും ശരി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യത്തിൽ അനീഷ് ഇന്നലെ ഇത് സംസാരിക്കാഞ്ഞത് അനീഷിന്റെ ബുദ്ധി, ഇന്നത് സംസാരിച്ചത് അത് അനീഷ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട്. താൻ കംപ്ലീറ്റ്ലി ഈ ഒരു ഗെയിമിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് കംപ്ലീറ്റ്ലി ഔട്ടായി പോകുമോ എന്നാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അനീഷ് ഗെയിം കണ്ടുകൊണ്ട് ഒരു ഇരുട്ടറയിൽ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബിഗ് ബോസ് അനീഷിന് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അനീഷിന് ഒരു TV കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്താണ് കളിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. കാരണം അതെന്റെ ഒരു ഗസ് മാത്രമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം, അതായത് ഇരുട്ടറയിലൊക്കെ പോയിട്ടുള്ളവര് പുറത്തു വന്ന് ഇന്റർവ്യൂ കൊടുത്തപ്പോഴൊക്കെ ഇത്തരത്തിൽ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്ന ഒരു പ്രസ്താവനയാണിത്. പിന്നെ ബിന്നിയുടെയും ശാരികയുടെയും കേസിൽ ശാരിക ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാർത്ഥയായിട്ട് പെരുമാറുന്നുണ്ട്. ഗെയിമിനകത്താണ്, ശാരികയുടെ പേഴ്സണാലിറ്റിയിൽ നമ്മളിവിടെ പറയാൻ പാടില്ല. ഈ ഗെയിമിൽ ശാരിക നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ശാരികയാണ് ലീസ്റ്റ് വന്നിരിക്കുന്നത്. ശാരികയോ അല്ലെങ്കിൽ അനീഷോ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചായിരിക്കും ആ ഇരുട്ടറയിൽ പോകേണ്ടി വരുന്നത്. അതിന്റെ പേടിയിൽ ബിന്നിയെ ശാരിക ബ്ലെയിം ചെയ്യുന്നുണ്ട്. ശരിക്കും ആദിലയും നൂറയും ബിന്നിയും നന്നായിട്ട് മത്സരിച്ചു എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ ലൈവിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. നന്നായിട്ട് തന്നെ
അനീഷും അതുപോലെ അപ്പാനിയും അനുമോളും നന്നായിട്ട് തന്നെ തർക്കിക്കുന്നുണ്ട്. അപ്പാനിക്കും അനുമോൾക്കും അവർ നന്നായി കളിച്ചു എന്ന് സ്ഥാപിക്കാനും സാധിക്കുന്നുണ്ട്. അതും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന് ശേഷം മറ്റൊരു ഗെയിം, അതായത് മറ്റൊരു സഹായിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു. അതെങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഏതായാലും ഇവർ രണ്ടുപേരും തർക്കിച്ചതോടുകൂടി ബിഗ് ബോസ് എല്ലാവരുടെയും ആ ഒരു സഹായികളെ അതൊന്ന് ഷഫിൾ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ഒരു ബൗളിൽ പേരുകളൊക്കെ കൊടുത്തിട്ട് ആ ബൗളിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിൽ വീണ്ടും അനീഷിന് കിട്ടുന്ന, അങ്ങനെ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഷഫിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ 2 പേരെ വെച്ചിട്ട് ടീമായിട്ട് എടുക്കണം എന്നാണ്. ഇതിൽ ഏറ്റവും നല്ല ടീമിനെ കിട്ടിയിരിക്കുന്നത് ഒനീലിനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആര്യനും ജിസയിലും ഒരുപോലെ ഒനീലിന് കിട്ടി. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഒനീലാണ്. പിന്നെ അനീഷിനെ ഇപ്പൊ ആർക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആദില ആൻഡ് നൂറ, ശൈത്യ എന്തായാലും ശരി നമ്മളെ രേണു സുധിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കളിച്ച് നല്ല സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ശൈത്യ എന്തായാലും അനീഷിനെയും സപ്പോർട്ട് ചെയ്യും. കാരണം ശൈത്യയുടെ ഒരു ബിഹേവിയർ വെച്ചിട്ട് അനീഷുമായിട്ട് കൂടുതൽ കൊമ്പ് കോർക്കാൻ അവർ പോയിട്ടില്ല. ഓക്കെ, ഇനി നൂറ ആൻഡ് ആദില അവര് അതങ്ങോട്ട് ചൂസ് ചെയ്തോണ്ട് അനീഷാണ് തനിക്കെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പേടിച്ചു. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ശാരികയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ബ്ലെയിം കിട്ടിയതേ ഉള്ളൂ. ശാരിക അവരെ ഡയറക്ട്ലി ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ശാരികയുടെ ടീമിൽ നേരത്തെ ഉണ്ടായിരുന്നവരായിരുന്നു ആദിലയും നൂറയും. അപ്പോൾ അതേ അവർ കറക്റ്റ് ആയിട്ട് ഇപ്പൊ അനീഷിന്റെ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ അനുമോള് വന്നിട്ട് ആതിരയെടുത്തും നൂറയെടുത്തും ഈ പറയുന്ന അനീഷിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്, നിങ്ങൾ നന്നായിട്ട് കളിച്ചാലും നിങ്ങളെ എന്തായാലും ചതിക്കും എന്നൊക്കെ അനുമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഇന്നാണ് അനീഷ് രാവിലെ തൊട്ട് അനീഷ് മൊത്തത്തിൽ ഒറ്റപ്പെട്ടു എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. രാവിലത്തെ മോർണിംഗ് ടാസ്കിനകത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, ഒരു അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അനീഷാണ് പറയുന്നത്. അനീഷിനെയാണ് എല്ലാവരും പറഞ്ഞത്, ഒരാൾ പോലും വേറൊരാളെ പറഞ്ഞില്ല. അത് ഒന്നാമത്തെ ഒരു തിരിച്ചടിയായിട്ട് അനീഷ് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഫീൽ ചെയ്തത്. പക്ഷേ അനീഷിന് അതും ഗെയിമായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ ഒരു ഗെയിം, അതായത് ഈ പറയുന്ന കോൾഡ് വാർ എന്ന് പറയുന്ന ഗെയിമിനകത്തും ഇന്നലത്തെ ആ ഒരു കോയിൻ വേട്ട എന്ന് പറയുന്ന ഗെയിമിനകത്തും അനീഷ് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആയി പോയി ബിക്കോസ് ഓഫ് ദ ടീം മെമ്പേഴ്സ് അപ്പാനി ശരത് ആൻഡ് അനുമോൾ. ഏതായാലും ശരി, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പം വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടീമിന്റെ കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ ടാസ്കിന്റെ വിശേഷങ്ങൾ കംപ്ലീറ്റ് അറിയണമെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് സീരിയൽ ഗ്രാൻമയിൽ നിന്ന് കാണാവുന്നതാണ്. സീരിയൽ ഗ്രാൻമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.